നമസ്കാരം. നമ്മൾ ഇന്ന് പ്ലസ് ടു സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ oogenesis എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് oogenesis? Oogenesis is the process of formation of egg or ovum in female. അതായത് ഫീമെയിൽസിലെ എഗ് അല്ലെങ്കിൽ ഓവത്തെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ oogenesis പഠിക്കുന്നത്. ഫോർമേഷൻ ഓഫ് egg or ovum in female is known as oogenesis. ക്ലാസ്സിലെ സ്പെർമാറ്റോജെനിസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു. നമ്മളന്ന് പറഞ്ഞായിരുന്നു സ്പെർമാറ്റോഗോണിയ സെൽസുകളാണ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഊഗോണിയ സെൽസുകളാണ് എഗ് അല്ലെങ്കിൽ ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഊഗോണിയ സെൽസുകള് ഒരു പെൺകുട്ടി അത് ജനിക്കുന്നതിന്റെ എംബ്രിയോണിക് പീരീഡിൽ തന്നെ ഈ ഊഗോണിയ സെൽസുകള് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഊഗോണിയ സെൽസിന് ധാരാളം മാറ്റങ്ങളൊക്കെ നടന്നിട്ട് അത് മെനിസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജ് എത്തുമ്പോഴാണ് ഈ ഊഗോണിയ സെൽസുകളെ പിന്നീട് എഗ് അല്ലെങ്കിൽ ഓവമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഊഗോണിയ സെൽസുകൾ ഏകദേശം ഒരു ഓവറിയിൽ 2 ലക്ഷത്തിലധികം ഊഗോണിയ സെൽസുകൾ ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ എല്ലാ ഊഗോണിയ സെൽസുകളും പിന്നീട് എഗ് അല്ലെങ്കിൽ ഓവമായിട്ട് മാറുന്നില്ല. അപ്പൊ അവയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച് എങ്ങനെയാണ് എഗ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഊഗോണിയ സെല്ലുകള്. ഇതൊരു ഡിപ്ലോയിഡ് ആണ്. ഈ ഊഗോണിയ സെൽസുകള് മൈറ്റോസിസ് നടന്ന് ധാരാളം സെൽസുകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി oocyte. പ്രൈമറി oocyte ഫോം ചെയ്യുന്നു. ഈ പ്രൈമറി oocyte എന്ന് പറയുന്നതും ഡിപ്ലോയിഡ് ആയിട്ട് ഉള്ളത് തന്നെയാണ്. പിന്നീട് ഈ പ്രൈമറി oocyte കവർ ചെയ്തുകൊണ്ട് ധാരാളം ഫോളിക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോളിക്കിളിനെ നമ്മൾ ഗ്രാനുലോസ സെൽസുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഈ പ്രൈമറി oocyte എന്ന് പറയുന്നത് പിന്നീട് മൈറ്റോട്ടിക് ഡിവിഷൻ അല്ല അവിടെ നടക്കുന്നത്, മിയോസിസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ മിയോസിസ് എന്ന് പറയുന്നത് പൂർത്തിയാക്കുന്നില്ല. അപ്പൊ മിയോട്ടിക് ഡിവിഷന്റെ സ്റ്റേജ് 1 അതായത് മിയോട്ടിക് ഡിവിഷൻ നടക്കുകയും അത് പ്രൊഫൈസിൽ എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുകയും താൽക്കാലികമായിട്ട് അവിടെ ടെമ്പററിലി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ പ്രൈമറി oocyteകളെ കവർ ചെയ്തുകൊണ്ട് പിന്നീട് ഈ ധാരാളം ലെയേഴ്സ് ഓഫ് സെൽസുകൾ വരുന്നുണ്ട്. ആ സെല്ലുകളെ നമ്മൾ ഗ്രാനുലോസ സെൽസുകൾ എന്ന് പറയുന്നു. അങ്ങനെ പ്രൈമറി oocyteകളെ കവർ ചെയ്തുകൊണ്ട് ധാരാളം ഫോളിക്കിൾസുകൾ അല്ലെങ്കിൽ ഗ്രാനുലോസ സെൽസുകൾ ഫോം ചെയ്യുന്നു. ഗ്രാനുലോസ സെല്ലുകൾ ഫോം ചെയ്യുന്നു. അങ്ങനെ ഗ്രാനുലോസ സെൽസുകൾ ഇതിനെ കവർ ചെയ്ത് ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ. പ്രൈമറി ഫോളിക്കിൾ. അപ്പൊ ഈ പ്രൈമറി ഫോളിക്കിളിന്റെ ഉള്ളില് ഇപ്പൊ പ്രൈമറി oocyte ഉണ്ട് അല്ലെ. അപ്പൊ ഈ പ്രൈമറി oocyte പിന്നീട് അതിന്റെ പ്രൊഫൈസ് സ്റ്റേജിലേക്ക് അതായത് മിയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ടെമ്പററിലി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് അവിടെ ഇരുന്നു കൊണ്ട് ഇത് ധാരാളം ഗ്രാനുലോസ സെൽസുകൾ ആഡ് ചെയ്യപ്പെടുന്നു. നമ്മൾ പറഞ്ഞു ഏകദേശം 2 ലക്ഷത്തിലധികം ഊഗോണിയ സെൽസുകൾ ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രൈമറി ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഗ്രാനുലോസ ലെയേഴ്സ് ഓഫ് സെൽസുകൾ ഇതിൽ വന്ന് ആഡ് ചെയ്യുകയും കുറെ അധികം ഇതിൽ നിന്ന് ഡീജനറേറ്റ് ചെയ്തു പോവുകയും ചെയ്തു. അവസാനം നമുക്ക് പ്യൂബർട്ടി ഒക്കെ എത്തുന്ന സമയമാകുമ്പോൾ ഏകദേശം ഒരു 16,000 to 18,000 മാത്രമായിരിക്കും ഫോളിക്കിൾസുകളായിട്ട് ഓവറീസിൽ അവശേഷിക്കുന്നത്. ഈ പ്രൈമറി ഫോളിക്കിൾസ് പിന്നീട് എന്ത് ചെയ്യുന്നു, ഇതിനെ കവർ ചെയ്തുകൊണ്ട് വീണ്ടും ഫോളിക്കിൾ സെൽസുകൾ ഒന്ന് കവർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ. സെക്കൻഡറി ഫോളിക്കിൾ. ഈ സെക്കൻഡറി ഫോളിക്കിൾ സ്റ്റേജിലും പ്രൈമറി oocyte തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ പ്രൈമറി oocyte ഈസ് ഇൻസൈഡ് ദി സെക്കൻഡറി ഫോളിക്കിൾ. ഈ സെക്കൻഡറി ഫോളിക്കിൾ സ്റ്റേജിന്റെ സമയത്ത് വീണ്ടും ഒരു ലെയർ കൂടി ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ തീക്ക എന്നാണ് പറയുന്നത്. അപ്പോ സെക്കൻഡറി ഫോളിക്കിലെ
വീണ്ടും ഗ്രാൻഡോസലേസോ സെൽസുകൾ ആഡ് ചെയ്യുന്നു. കൂടാതെ ഒരു തീക്ക എന്ന് പറയുന്ന ഒരു ലെയേഴ്സുകളും ഇതിനെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ സെക്കൻഡറി ഫോളിക്കിളിൽ നിന്ന് ഇത് അടുത്ത സ്റ്റേജ് ആയ ടേർഷ്യറി ഫോളിക്കുലർ സ്റ്റേജിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പൊ ഈ ടേർഷ്യറി ഫോളിക്കുലർ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രൈമറി ഫോളിക്കിളിനെ കവർ ചെയ്തുകൊണ്ട് ധാരാളം സെക്കൻഡറി ഫോളിക്കിൾസുകൾ ഫോം ചെയ്യുന്നു. പിന്നീട് ടേർഷ്യറി ഫോളിക്കിൾസ്, ഈ ടേർഷ്യറി ഫോളിക്കിൾസിനോടൊപ്പം തന്നെ ഈ തീക്ക എന്ന് പറയുന്ന ലെയേഴ്സ് എന്ന് ഓർഗനൈസ് ചെയ്യുന്നു. അത് ഔട്ടർ ആയിട്ടുള്ള ഒരു ലെയറും അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഉള്ളിലേക്ക് ആയിട്ടുള്ള ഒരു ലെയറുമായിട്ട് മാറുന്നു. ഇതിനെ നമ്മള് തീക്ക എക്സ്റ്റേണ എന്നും തീക്ക ഇന്റേണ എന്നും വിളിക്കുന്നു. തീക്ക ഇന്റേണ. പിന്നീട് ഈ ടെർഷ്യറി ഫോളിക്കുലർ സ്റ്റേജിലെ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ ടെർഷ്യറി ഫോളിക്കുലർ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി പ്രസന്റ്. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ആൻഡ്രം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ സ്റ്റേജ് ആണ് ടെർഷ്യറി ഫോളിക്കുലർ സ്റ്റേജ്. അപ്പോൾ ടെർഷ്യറി ഫോളിക്കിന്റെ ഉള്ളിലുള്ള പ്രൈമറി oocyte പിന്നീട് അതിന്റെ മിയോട്ടിക് ഡിവിഷൻ 1 പൂർത്തിയാക്കുകയാണ്. അങ്ങനെ പ്യൂബർട്ടി എത്തുന്ന സമയത്ത് ഇത് പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ നടന്നു. പ്രൈമറി oocyte 2 തരം സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൈമറി oocyte ഇൻസൈഡ് ദ ടെർഷ്യറി ഫോളിക്കിൾ കംപ്ലീറ്റ് ഇറ്റ്സ് മിയോട്ടിക് ഡിവിഷൻ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഒരു വലിയ സെക്കൻഡറി oocyteഉം ഒരു ചെറിയ സെല്ലായിട്ടുള്ള പോളാർ ബോഡിയും ഫോം ചെയ്യും. ഇവിടെ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന ആ ലാർജർ വഴി നമ്മൾ സെക്കൻഡറി oocyte എന്ന് വിളിക്കുന്നു. ഈ സെക്കൻഡറി oocyte ആണ് പിന്നീട് എഗ് അല്ലെങ്കിൽ ഓവം ആയിട്ട് മാറാൻ പോകുന്നത്. ഇതിന്റെ കൂടെ ഉണ്ടാകുന്ന ഈ പോളാർ ബോഡി എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഡീജനറേറ്റ് ചെയ്ത് പോകും. ഇനി ഈ സെക്കൻഡറി oocyte എന്ന് പറയുന്നത് അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ സ്റ്റേജില് ഒരു മെംബ്രെയിൻ, എക്സ്ട്രാ ഒരു മെംബ്രെയിൻ കൂടി ഫോം ചെയ്യുന്നുണ്ട്. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സോണ പെലൂസിഡ. സോണ പെലൂസിഡ. സോണ പെലൂസിഡ ഫോം ചെയ്യുകയാണ് സെക്കൻഡറി oocyteനോടൊപ്പം തന്നെയും. കൂടാതെ ഈ ടെർഷ്യറി ഫോളിക്കിൾസുകളെല്ലാം ധാരാളം ഗ്രാഫിയൻ ഫോളിക്കിൾസുകളായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾസുകൾ പിന്നീട് ഇപ്പൊ ഓവറിയുടെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ ഓവറിയിലുള്ള ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസുകളെ റപ്ചർ ചെയ്തുകൊണ്ട് ഈ എഗ് അല്ലെങ്കിൽ ഓവ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഈ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഓവത്തെ നമ്മുടെ സെക്കൻഡറി oocyte സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. ഈ സെക്കൻഡറി oocyte പിന്നീട് അതിന്റെ മിയോട്ടിക് ഡിവിഷൻ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ എത്തുമ്പോഴും അതൊന്ന് ടെമ്പററിലി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഓവറിൽ ഫോം ചെയ്തിരിക്കുന്ന സെക്കൻഡറി oocyteനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അതായത് പ്യൂബർട്ടി എത്തുന്ന സമയത്ത് ഫീമെയിൽസിലെ ഈ മെച്ചുവേർഡ് ആയിട്ടുള്ള സെക്കൻഡറി oocyte ആണ് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോ സെക്കൻഡറി oocyteനെ ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓവുലേഷൻ നടന്ന് ഒരു എഗ് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അത് ഫിംബ്രിയെ, ഇൻഫണ്ടിബുലം, ആംബ്യുല, ഇസ്മസ് ഈ റീജിയനിലേക്കൊക്കെ എത്തണം. ഫലോപ്പിയൻ ട്യൂബിലേക്ക് എത്തണം. പിന്നെ ഫലോപ്പിയൻ ട്യൂബിൽ ഇത് എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുകയുള്ളൂ. അപ്പൊ ആ സമയത്ത് ഒരു സ്പേം എൻ്റർ ആയി ഫെർട്ടിലൈസേഷൻ നടന്നാൽ അത് അതിന്റെ സെക്കൻഡറി oocyte സ്റ്റേജ് മിയോട്ടിക് ഡിവിഷൻ സെക്കൻഡ് പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയാക്കിയാൽ ഈ സെക്കൻഡറി oocyte ഊറ്റിഡ് അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കായിട്ട് മാറുന്നത്. ഈ ഊറ്റിഡ് അല്ലെങ്കിൽ എഗ് ആണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നാൽ അവിടെ ഒരു പോളാർ ബോഡിയും ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഊറ്റിഡുകൾ ഡീജനറേറ്റ് ചെയ്തിട്ട്
മെൻസ്ട്രൽ സൈക്കിളിലൂടെ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു പോളാർ ബോഡിയും അതിൻ്റെ ഒപ്പം ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ oogenesis പൂർത്തിയാവുന്നതോടൊപ്പം തന്നെ ഒരു എഗ്ഗും 3 പോളാർ ബോഡീസും ആണ് ഫോം ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പോളാർ ബോഡീസ് സെക്കൻഡറി oocyte ഫോം ചെയ്യുന്നതോടൊപ്പം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം സെക്കൻഡറി oocyteൽ നിന്ന് ഊറ്റിഡ് അല്ലെങ്കിൽ ഓവം ആയിട്ട് ഫങ്ഷണൽ ഓവമായിട്ട് മാറുന്നതിനോടൊപ്പം ഒരു സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ഫസ്റ്റ് പോളാർ ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വീണ്ടും 2 പോളാർ ബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മൊത്തം 3 പോളാർ ബോഡിയും ഒരു എഗ്ഗുമാണ് oogenesisന് ശേഷം പൂർത്തിയാവുന്നത്. ഇനി നമുക്ക് സ്പെർമാറ്റോജെനിസിസും oogenesisഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം നോക്കാം. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സ്പേംസ് ഇൻ ടെസ്റ്റിസ് ആണ്. oogenesis ഫോർമേഷൻ ഓഫ് എഗ് ഇൻ ഓവറി ആണ്. അത് ഫീമെയിൽസിൽ നടക്കുന്നു. ഇനി സ്പെർമാറ്റോജെനസിസ് നടക്കുമ്പോൾ അത് മെച്യൂരിറ്റി, അതായത് പ്യൂബർട്ടി എത്തിയതിന് ശേഷമാണ് സ്പെർമാറ്റോഗോണിയ സെൽസുകൾ സ്പേംസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഊഗോണിയ സെൽസുകൾ ഓവറീസിൽ അതിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഫോം ചെയ്യുന്നുണ്ട്. മാത്രമല്ല പിന്നീട് പുതിയതായി ഒരു ഊഗോണിയ സെൽസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതിനുശേഷം പ്യൂബർട്ടിയിൽ അതിൻ്റെ പ്രൈമറി oocyteകൾ സെക്കൻഡറി ടെർഷറി ഫോളിക്കുലർ സ്റ്റേജുകളായിട്ട് മാറി ഫൈനൽ ഓവറിയിൽ നിന്ന് ഒരു സിംഗിൾ എഗ്ഗും 3 പോളാർ ബോഡീസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ സ്പെർമാറ്റോജെനസിസിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകളും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സുകളായി മാറി പിന്നീട് സ്പെർമിയേഷൻ വഴി 4 സ്പേംസുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.